പ്രൈസ് ദി ലോർഡ്. നിങ്ങളെല്ലാവരും ക്രിസ്തുവിൽ സന്തോഷമായിരിക്കുന്നു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ വിടുതലിൻ ശുശ്രൂഷകളിലേക്ക് ക്രിസ്തുവിൽ ഞാൻ നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ വലിയ മാറ്റങ്ങൾ ഈ സീസണിൽ ദൈവം ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പായ വിശ്വാസമുണ്ട്. കഴിഞ്ഞ നാളുകളിലെല്ലാം പ്രാർത്ഥനയോടുകൂടി ദൈവത്തിൻ്റെ സന്നിധിയിലായിരുന്നപ്പോൾ ഈ ഒരു സീസണിൽ ദൈവം അതിശക്തമേറിയ ഒന്ന് ഓരോ വ്യക്തികളുടെ ജീവിതത്തിന്മേൽ, ഓരോ കുടുംബങ്ങളുടെ മേൽ ദൈവം ചെയ്യുവാൻ വേണ്ടി പോകുകയാണെന്ന് അവൻ ശക്തമേറിയ നിയോഗം ദൈവത്തിൽ നിന്ന് എനിക്കുണ്ട്. അത് അക്ഷരികമായി പലർ കാണുവാൻ വേണ്ടി പോകുകയാണ്. ഞാൻ ദൈവം എന്നെ ഏൽപ്പിച്ച ആ ശക്തമേറിയ പ്രവചന ശബ്ദത്തിലേക്ക് നമ്മൾ ഒരുമിച്ച് പോകുന്നതിന് മുമ്പ് ദൈവാത്മാവ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എനിക്ക് ശക്തമേറിയൊരു നിയോഗം തന്നിട്ടുണ്ട്. നമ്മൾക്ക് ഒരുമിച്ച് കണ്ണുകളെ അടച്ച് ആമേൻ, നിങ്ങളുടെ ഏതു വിഷയമായിക്കൊള്ളട്ടെ, നിങ്ങൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന എത്ര വലിയ പ്രശ്നമായിക്കൊള്ളട്ടെ, ഒന്നുകൂടി ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ, മോശ ചെങ്കടലിന്റെ മുമ്പിലാണ് നിൽക്കുന്നത്. പുറകിൽ ഫറവോന് സൈന്യമാണ്, രണ്ടു ഭാഗത്തും വലിയ മലകളാണ്. എവിടെ നോക്കിക്കഴിഞ്ഞാലും രക്ഷ എന്ന് പറയുന്ന പദം അവർക്ക് ഉച്ചരിക്കാൻ പോലും പറ്റാത്ത ഒരു സ്ഥലത്താണ് അവരായിരിക്കുന്നത്. ഇന്ന് ഈ പ്രവചന ശബ്ദത്തിൽ, ഈ വിടുതലിൻ ശുശ്രൂഷകളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ അവസ്ഥ ഒരുപക്ഷെ ഇത് തന്നെയായിരിക്കാം. വിടുവിക്കുവാൻ, വിടുതൽ പ്രാപിക്കുവാൻ, രക്ഷപ്പെടുവാൻ ഒരു വഴി പോലും എൻ്റെ മുൻപിലില്ല. ആമേൻ. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ആരൊക്കെയോ കരയുന്നവർ എന്നെ കേൾക്കുന്നുണ്ട്. എൻ്റെ റിലേഷൻഷിപ്പ്, എൻ്റെ കുടുംബ ജീവിതം താളം തെറ്റിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറയുന്നവരുടെ മേൽ വലിയ ദൈവിക സൗഖ്യങ്ങൾ ഇപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ ജീവിതം തന്നെ മടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കാണുന്നവരുണ്ട്. അവരുടെ മേൽ വലിയ ദൈവ പ്രവൃത്തികൾ ഈ സെക്ഷനിലൂടെ ദൈവം ചെയ്യുകയാണ്. ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുകയാണ്. ആ കണ്ണുകൾ അടച്ചുകൊണ്ട് യേശുവിനെ മാത്രം നോക്കിക്കൊണ്ട് ഒരു നിമിഷം നിങ്ങൾക്കൊന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ, നിങ്ങൾക്കൊന്ന് ഹൃദയഭാരത്തോടുകൂടി പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ, നിങ്ങളുടെ ഭവനതലത്തിൻ്റെ മേൽ ഇപ്പോൾ ദൈവം ഇറങ്ങുന്നത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ റൂമിൻ്റെ മേൽ നിങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ കണ്ണുനീരോടുകൂടിയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ മേൽ ദൈവം അത്ഭുതം ചെയ്യുകയാണിപ്പോൾ. ഞങ്ങളുടെ ദൈവമേ, ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ സന്നിധിയിലേക്ക് എടുത്തു വരികയാണ്. വലിയ ആവശ്യബോധത്തോടുകൂടി, വലിയ ഹൃദയ വേദനയോടുകൂടെ, വലിയ ഞെരുക്കത്തോടുകൂടി ഈ സന്ദേശം കേൾക്കുന്ന പലരുണ്ടപ്പ. അവരെ അങ്ങ് സൗഖ്യമാക്കണമേ. ആമേൻ. എല്ലാ വഴികളും അടയപ്പെട്ട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇനി രക്ഷപ്പെടുക, ഇനി വിടുതൽ പ്രാപിക്കുക എന്നത് അസാധ്യമാണെന്ന് പറയുന്ന ഈ ജനത്തിന്റെ മേൽ അത്ഭുത ദൈവ പ്രവർത്തികളെ ഞാൻ യേശുവിന്റെ നാമത്തിൽ റിലീസ് ചെയ്യുകയാണ്. അതങ്ങനെ തന്നെ വ്യക്തികളുടെ മേലും കുടുംബങ്ങളുടെ മേലും സംഭവിക്കട്ടെ. ഒരു വഴിയുമില്ലെന്ന് പറയുന്ന സ്ഥലത്ത് ദൈവം അത്ഭുതകരമായി വഴി തുറന്ന് ചെങ്കടലിൽ കൂടെ, ഉണങ്ങിയ നിലത്തിലൂടെ ഇസ്രായേൽ ജനത്തെ അപ്പുറത്ത് ദൈവം കടത്തിയതുപോലെ തന്നെ ഈ ജനം വിടുതൽ പ്രാപിക്കും. എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോടുള്ള ദൂതാണ്, നിങ്ങൾ രക്ഷപ്പെടും, നിങ്ങൾ അത്ഭുത ദൈവ പ്രവൃത്തികൾ കാണും. അങ്ങനെ ഒരു സീസൺ ഞാൻ ഈ ജനത്തിന്റെ മുമ്പിൽ ഓപ്പൺ ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. ദൈവം അത് ചെയ്തിരിക്കുകയാണ്. ദൈവത്തിന് നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.
ആമേൻ. നമ്മളുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഈ ഒരു സീസൺ അത്ഭുത ദൈവ പ്രവൃത്തിക്ക് വേണ്ടി നിങ്ങൾ റെഡി ആയിക്കോ. ഒരു അനൗൺസ്മെന്റ് എനിക്കുള്ളത്, ദൈവം അനുവദിക്കുന്ന പക്ഷം ഈ രാത്രി 7 മണിക്കുള്ള വിടുതലിൻ ശുശ്രൂഷകൾ ഇതിനോടൊപ്പം ആമേൻ എല്ലാ രാത്രി നടക്കുന്നതോടൊപ്പം തന്നെ പകൽ സമയത്ത് രാവിലെ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനും പ്രഭാതത്തിൽ ദൈവിക സന്ദേശം കേൾക്കുവാനുമുള്ള പ്രൈസ് ദി ലോർഡ് ലൈവായ മീറ്റിംഗും ഈ ചാനലിലൂടെ എല്ലാ ദിവസവും ചെയ്യണമെന്നുള്ളതാണ് ആഗ്രഹം. യാത്രകളില്ലാത്ത ദിവസം, തിരക്കുകളില്ലാത്ത ദിവസം, മിക്ക ദിവസങ്ങളിലും പ്രഭാതത്തിലും ശക്തമേറിയ ദൈവിക ദൂതുകൾ നിങ്ങൾക്ക് കേൾക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇന്ന് തൊട്ട് ഫോളോ ചെയ്ത് തുടങ്ങിക്കോ, സബ്സ്ക്രൈബ് ചെയ്തോ, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് എത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കുക. വലിയ ദൈവ പ്രവൃത്തികൾ ദൈവം ചെയ്യട്ടെ. ഒരു പെട്ടെന്ന് ദൈവം എന്നെ ഏൽപ്പിച്ച ഒരു വാക്യത്തിലേക്ക് നമ്മൾ ഒരുമിച്ച് കടന്നു വരാൻ വേണ്ടി പോകുകയാണ്. ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ഇവിടെ പറയപ്പെടുന്ന വചനമാണ് ആമേൻ നിങ്ങളെ വിടുവിക്കുന്നത്. ഇന്ന് രാവിലെ ഞാൻ കുറച്ചു നേരം നമ്മുടെ ലൈവ് ശുശ്രൂഷയൊക്കെ കഴിഞ്ഞ് ദൈവത്തിന്റെ സന്നിധിയിലായിരുന്നപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ എന്താണ് പ്രൈസ് ദി ലോർഡ് ആമേൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവാത്മാവിന്റെ ഹൃദയത്തിൽ ഇട്ട ഒരു പദം ഇങ്ങനെയാണ്: നഷ്ടഭാരത്തോടുകൂടി പ്രൈസ് ദി ലോർഡ് ജീവിതത്തിന്മേൽ എല്ലാം തീർന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കാണുന്നവരുണ്ട്. അവരോടുള്ള ദൈവിക ദൂതാണ്, നീ എഴുതി വെച്ചോ, നഷ്ടപ്പെട്ടതിനെ അത്ഭുതകരമായി ഈ സീസണിൽ ദൈവം നിനക്ക് മടക്കി തരും. നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ തുടക്കം തന്നെ ഒരു പ്രൊഫറ്റിക്കൽ ആക്ഷൻ എന്ന രീതിയിൽ ആ കമന്റ് സെക്ഷനിൽ ചെന്നുകൊണ്ട് ഇപ്രകാരം ഒരു കമന്റ് ഇട്ടാട്ടെ: നഷ്ടപ്പെട്ടതിനെ ഈ സീസന്റെ മേൽ ദൈവം എനിക്ക് മടക്കി തരും. ഇത് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ, എന്തിനു പറയുന്നു, നിങ്ങളിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, നിങ്ങളിത് മനസ്സിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ സീസൺ ദൈവം നിന്റേതാക്കി തീർക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതങ്ങനെ തന്നെ സംഭവിക്കുകയാണ്. നഷ്ടപ്പെട്ടതിനെ മടക്കി തരുന്ന ഒരു വലിയ ഒരു ഹാർവസ്റ്റിന്റെ, കൊയ്ത്തിന്റെ സീസണാക്കി ദൈവം ഈ സീസണെ തീർക്കുവാൻ വേണ്ടി പോകുകയാണ്. യോവേലിന്റെ പുസ്തകം 2-ാം അധ്യായം 25-ാം വാക്യം ഇപ്രകാരം വായിക്കുന്നു: ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എന്റെ മഹാസൈന്യമായ വെട്ടിക്കിളിയും വിട്ടിലും തുള്ളനും പച്ചപ്പുഴുവും തിന്നുകളഞ്ഞ സംവത്സരത്തിനു വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം തരും. ആമേൻ. ഈ ഒറ്റ വേർഡിൽ നിന്നുകൊണ്ടാണ് ഇതിന്റെ തുടക്കം തൊട്ട് അവസാനം വരെ നിങ്ങൾ കാണണം. അവസാനം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച ഒരു വലിയ ദൈവിക വിജയത്തെ നമ്മൾ ഒരുമിച്ച് കൽപ്പിക്കുന്നതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഈ ഒറ്റ പദമാണ് ദൈവാത്മാവിന്റെ ഹൃദയത്തിൽ നൽകി തരുന്നത്: ദൈവം നിങ്ങൾക്ക് പകരം തരും എന്ന് പറഞ്ഞ് ദൈവം നിങ്ങൾക്ക് പകരം തരും. ഇവിടെ പറയുന്നത് 1 വെട്ടിക്കിളി, 2 വിട്ടിൽ, 3 തുള്ളൻ, പച്ചപ്പുഴു. ഇത് ഒരു വൃക്ഷത്തിന്റെ മേലോ ഒരു ഇലയുടെ മേലോ ഒരു പ്രൈസ് ദി ലോർഡ് സമ്പുഷ്ടമായ പ്രൈസ് ദി ലോർഡ് വിളഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലത്തോ വന്നിരുന്നാൽ കുറച്ചു നേരത്തിനുള്ളിൽ തന്നെ പച്ചപ്പ് മാറി ഒന്നുമില്ലാത്ത അനുഭവത്തിലേക്ക് വിളകൾ മാറിപ്പോകുവാനുള്ള സാധ്യതകൾ ഏറെയാണ്. കാരണം 4 തരത്തിലുള്ള വെട്ടിക്കിളിയും വിട്ടലും തുള്ളനും പച്ചപ്പുഴുവും ഇതാണ് ഒരുമിച്ച് വന്നിരിക്കുന്നത്. ഇതിന്റെ അർത്ഥമെന്ന് പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ: ഒരു പ്രതീക്ഷ പോലും ഇല്ലാത്ത സ്ഥലമാണ്. ആമേൻ, ഹല്ലേലൂയ. ഒരു പ്രതീക്ഷ പോലും ഇല്ലാത്ത സ്ഥലം. ഇന്ന് എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വ്യക്തമായി ദൈവാത്മ പ്രേരിതമായിട്ടാണ് ഇത് പറയുന്നത്. നിങ്ങളുടെ അവസ്ഥയും ഇത് തന്നെയല്ലേ? പച്ചപ്പില്ല പാസ്റ്ററെ, ആമേൻ. എല്ലാം തീർന്നു, ഒന്നും എന്റെ മുൻപിൽ
സാധ്യത എന്ന് പറയാനില്ല. ഹല്ലേലൂയ. ഒന്നും സാധ്യത എന്ന് പറയാനില്ല. എല്ലാ മേഖലകളിലും അടയപ്പെട്ട വഴിയാണ് എൻ്റെ മുമ്പിലുള്ളത്. അങ്ങനെ പറയുന്നവരുടെ മുമ്പിൽ ഈ വേർഡിനെ ഞാൻ കൈമാറുകയാണ്. എൻ്റെ ദൈവം പുതിയതായി ഒന്ന് ചെയ്യും. യേശുവിന്റെ നാമത്തിൽ അത് നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. പുതിയതായി ദൈവം ഒന്ന് ചെയ്യും എന്ന് പറയുമ്പോൾ എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലും ദൈവം അനുവദിക്കുന്ന ദിവസങ്ങളിൽ നമ്മൾ സൂം മീറ്റിംഗിൽ ഒരുമിച്ച് ജോയിൻ ചെയ്യാറുണ്ട്. ഞാൻ സൂം മീറ്റിംഗിൽ നിങ്ങളെ ലൈവായി ശുശ്രൂഷിക്കുന്നുണ്ട്. ആ സൂം മീറ്റിംഗിൽ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് നിങ്ങൾ കടന്നുപോയി കഴിഞ്ഞാൽ അവിടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാം. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എല്ലാ ദിവസവും 2 മിനിറ്റിൽ താഴെയുള്ള ശബ്ദമേറിയ പ്രൊഫറ്റിക്കൽ മെസ്സേജ് ഒരു വോയിസ് നോട്ടായിട്ട് ഞാൻ കൈമാറുന്നുണ്ട്. അതോടൊപ്പം തന്നെ സൂം മീറ്റിംഗിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. എന്നെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള സമയം അവിടെ ഉണ്ടായിരിക്കുന്നതാണ്. ആമേൻ. ഇങ്ങനെ എല്ലാ മേഖലകളിലും തീർന്നു പോയിരിക്കുകയാണ്. അടുത്ത് പറയുന്നത് ഈ നഷ്ടപ്പെട്ട നാളുകൾ, നഷ്ടപ്പെട്ട ദിനങ്ങൾ എല്ലാം തീർന്നു പോയി. ഇതിനെ എൻ്റെ ദൈവത്തിന് തിരിച്ചു തരാൻ പറ്റും. നിങ്ങളത് വിശ്വസിക്കുന്നോ? തെറ്റായ തീരുമാനങ്ങൾ നിമിത്തം കാലഘട്ടങ്ങൾ നശിച്ചുപോയെന്ന് പറയുന്ന ഒരുപാട് വ്യക്തി ജീവിതങ്ങൾ എന്നെ കാണുന്നവരുണ്ട്. എല്ലാം തീർന്നു പോയി. യോസഫ് എടുത്ത ഒരു സ്റ്റെപ്പ് അവനെ കൊണ്ടുവന്ന് എത്തിച്ചത് അവന്റെ ജീവിതത്തിന്റെ മേൽ 13 വർഷമാണ് തീർന്നു പോയത്. 13 വർഷം. യാക്കോബിനെ പറ്റി ബൈബിൾ പറയുന്നത് 21 വർഷമാണ് തന്റെ മുൻപിൽ വേസ്റ്റായി പോയത്. മോശയോടനുബന്ധിച്ച് 40 സംവത്സരമാണ് മരുഭൂമിയിൽ കടന്നുകൊണ്ട് അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നത്. വാണ്ടറിങ് ആണ്. ആര് വിടുവിക്കും? എങ്ങനെ വിടുവിക്കാൻ പറ്റും? നഷ്ടപ്പെട്ട നാളുകൾ ആർക്കും മടക്കി കൊടുക്കാൻ പറ്റും? ഇതൊക്കെയല്ലേ നിങ്ങൾ ചോദിക്കുന്നത്. എന്നാൽ നിങ്ങളോടുള്ള ദൂത്, അവൻ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട നാളുകളെ മടക്കി തരും. ശിവന്റെ നാമത്തിൽ അത് സംഭവിക്കുകയാണ്. നഷ്ടഭാരം നിമിത്തം ജീവിതത്തിന്മേൽ ഒരു സ്റ്റെപ്പ് എടുത്തു വെച്ചത് പരാജയമായിരുന്നു. അവിടെ നിന്ന് വീണ്ടും പരാജയമാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് എല്ലാ മേഖലകളിലും പരാജയത്തിന്റെ വക്കിൽ നിന്നുകൊണ്ട് എന്നെ കാണുന്ന നിങ്ങളോട് ഈ വേർഡിൽ കൂടെ ദൈവാത്മാവ് പറയുന്നു, അവൻ ചിലത് ഈ സീസണിൽ നിങ്ങൾക്ക് മടക്കി തരും. ആമേൻ. അത് സംഭവിക്കുകയാണ്. ദൈവത്തിന് എങ്ങനെ മടക്കി തരാൻ പറ്റും? യോസഫ് കാരാഗൃഹത്തിൽ കിടക്കുക 13 വർഷമാണ്. എന്നാൽ ഈ ഏതു മേഖലകളിൽ കൂടി നിങ്ങൾ കടക്കുമ്പോഴും, എത്ര വലിയ ചോദ്യങ്ങൾക്ക് മറുപടിയില്ലാത്ത സീസണിൽ കൂടി നിങ്ങൾ കടന്നു പോകുമ്പോഴും, നിങ്ങൾ ചെയ്യേണ്ടത് അവിടെ ദൈവത്തെ അനുവദിക്കണം. ദൈവത്തെ അനുവദിച്ച ദൈവം കയറി ഇടപെടും. ദൈവം കയറി ഇടപെട്ട് കഴിഞ്ഞാൽ അതിന് ഇംഗ്ലീഷിൽ ഇപ്രകാരം ഒരു പദം പറയും, സൂപ്പർ നാച്ചുറൽ ആയിരിക്കും. ഈ പ്രകൃതിക്കപ്പുറമായിരിക്കും ദൈവം ചെയ്യുന്നത്. ഉദാഹരണം, 13 വർഷം കാരാഗ്രഹത്തിൽ കിടക്കുന്ന ഒരു വ്യക്തിക്ക് അവന്റെ മുമ്പിൽ, യോസഫിനെ പറ്റിയാണ് പറയുന്നത്, അവന്റെ മുൻപിൽ ഒറ്റ ചിന്തയേ ഉള്ളൂ, എനിക്ക് എങ്ങനെയെങ്കിലും ഈ കാരാഗ്രഹത്തിൽ നിന്ന് ഒന്ന് പുറത്തു പോയാൽ മതി. പക്ഷെ ദൈവം ചെയ്യുമ്പോൾ കാരാഗ്രഹത്തിന്റെ വാതിൽ തുറന്ന് അവൻ പുറത്തേക്ക് പോകുന്നത് കുറ്റവാളിയായിട്ടല്ല. കാരാഗ്രഹത്തിന്റെ വാതിൽ തുറന്നുകൊണ്ട് അവൻ പുറത്തേക്ക് പോകുന്നത്, നമുക്കറിയാം, ഒരു വ്യക്തി കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ എല്ലാവരും, അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും എല്ലാവരും പറയുന്നത് ഇവൻ കുറ്റവാളിയാണ്, ഇവൻ എന്തോ മാരകമായിട്ടൊന്ന് ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ആരെങ്കിലും എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ദൈവം നിന്റെ ഹൃദയത്തെ ഇന്ന് ഹീല് ചെയ്യുകയാണ്. ചെയ്യാത്ത തെറ്റിനു വേണ്ടി കുറ്റം നീ ഏറ്റെടുത്തു. ആമേൻ.
കുറ്റത്തിൽ കൂടി നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുക. ദൈവത്തിന് നിങ്ങളെ സൗഖ്യമാക്കാൻ പറ്റും സഹോദര. ആമേൻ. എന്റെ ദൈവം അത്ഭുതം ചെയ്യുന്ന ദൈവമാണ്. ആമേൻ. എന്നാൽ ദൈവം ചെയ്യുന്നത്, ആ കാരാഗ്രഹത്തിന്റെ വാതിൽ തുറന്നപ്പോൾ അവൻ സാധാരണക്കാരനെ പോലെയല്ല പോയത്. ആ കാരാഗ്രഹത്തിൽ നിന്ന് അവൻ കടന്നുപോകുന്ന രാജകൊട്ടാരത്തിലേക്കാണ്. ഇതാണ് ദൈവം ചെയ്യുന്നത്. 13 വർഷം യോസഫിന്റെ മുമ്പിൽ മേ ബി അക്ഷരികമായി നഷ്ടപ്പെട്ട വർഷങ്ങളാണ്. എന്നാൽ അവന്റെ നഷ്ടപ്പെട്ട വർഷങ്ങളിലെ നന്മ എന്റെ ദൈവം ഒറ്റ നിമിഷം കൊണ്ട് മടക്കി കൊടുത്തു. നിങ്ങൾ വിശ്വസിക്കുന്നു? ഇന്ന് രാത്രി, ഇന്ന് പകൽ, ഏതു സമയത്താണോ ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് നിന്റെ ജീവിതത്തിൽ എന്തു നഷ്ടപ്പെട്ടോ അതിനെ എന്റെ ദൈവം ഈ സീസണിൽ മടക്കി തരും. സംഭവിക്കുകയാണ്. സമ്പത്താണെങ്കിൽ ആ സമ്പത്തിനോട് യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുകയാണ്, മടങ്ങി വരിക. ആരോഗ്യമാണ്, ആരോഗ്യത്തോട് യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുകയാണ്, മടങ്ങി വരിക. എന്തിനു പറയുന്നു? മക്കൾ നഷ്ടപ്പെട്ട് പലർ എന്നെ കേൾക്കുന്നവരുണ്ട്. ഞാൻ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് മരണനിമിത്തം മാറ്റപ്പെട്ടതല്ല. പ്രൈസ് ദി ലോർഡ്. നിങ്ങളിൽ നിന്ന് അകന്നുപോയി, റിലേഷൻഷിപ്പിൽ നിന്ന് അകന്നുപോയി, അങ്ങനെ വലിയ ഭാരത്തോടു കൂടി എന്നെ കേൾക്കുന്നവരുണ്ട്. നിങ്ങളോടുള്ള ദൂത്, അവൻ ആ റിലേഷൻഷിപ്പിനെ റിസ്റ്റോർ ചെയ്യുന്ന ദിവസമായിരിക്കും ഇന്നത്തെ ദിവസം. അടുത്ത ചില ആഴ്ചകൾക്കുള്ളിൽ തന്നെ നിങ്ങൾ ആ നല്ല വർത്തമാനം കേൾക്കുവാൻ വേണ്ടി പോകുകയാണ്. സംഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. സംഭവിക്കുകയാണ്. ഒന്ന്, നഷ്ടപ്പെട്ട വർഷങ്ങളെ ദൈവത്തിന് മടക്കി തരാൻ പറ്റും. വേറെ 2 പദങ്ങൾ കൂടിയുണ്ട്. ആമേൻ. ദൈവം അനുവദിക്കുന്ന പക്ഷം നാളെ നമ്മൾക്കത് കേൾക്കാം. ഒരു വാക്ക് അതിനു മുമ്പ് ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുകയാണ്. പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് എല്ലാ ഞായറാഴ്ചകളിലും ഞാൻ പാലക്കാട് നിങ്ങളെ ശുശ്രൂഷിക്കുന്നു. നമ്മുടെ വിടുതൽ ശുശ്രൂഷകൾ നടത്തുന്ന പാലക്കാട് വെച്ചാണ്. പ്രൈസ് ദി ലോർഡ്. ആ പാലക്കാട് ശുശ്രൂഷയിൽ വന്ന് പങ്കുചേരുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരെയും ഞാൻ ക്രിസ്തുവിൽ സ്വാഗതം ചെയ്യുകയാണ്. ആമേൻ. പാലക്കാട് ജോബീസ് മോളിന്റെ 4ാമത്തെ നിലയിലുള്ള സിൽവർ ഹോളിൽ വെച്ചിട്ടാണ് നമ്മുടെ ആരാധനകൾ നടക്കുന്നത്. ഞായറാഴ്ച രാവിലെ 10:30 തൊട്ട് 1:30 വരെ ഉള്ള സമയമാണ്. അതിശക്തമേറിയ വിടുതലിൻ ശുശ്രൂഷകളിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ആമേൻ. ദൈവത്തിന് ചെയ്യാൻ പറ്റാത്തതൊന്നുമില്ല. നഷ്ടപ്പെട്ടതിനെ നിങ്ങൾക്ക് മടക്കി തരാൻ പറ്റും. ഇന്ന് യേശുവിന്റെ നാമത്തിൽ അങ്ങനെയുള്ള മേഖലകളിൽ എനിക്കൊരു വിജയം വേണം എന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? കരയുന്ന എത്ര പേരുണ്ട്? കൊതിക്കുന്ന എത്ര പേരുണ്ട്? അവർക്ക് വേണ്ടി ഒരു നിമിഷം ഞാൻ പ്രാർത്ഥിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ വലിയ വിജയത്തെ, ആ വിജയൻ എന്നറിയപ്പെടുന്ന പേരിൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ വലിയ വിജയത്തെ ദൈവം കൽപ്പിക്കുകയാണ്. വലിയ വിജയം. ഇനി പരാജയം കണ്ടുകൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത രീതിയിൽ ചെയ്യാത്ത കുറ്റത്തിന്റെ ഇവൻ പേരിൽ നീ ഭാരപ്പെടുന്ന വ്യക്തിയാണ്. അത്ഭുതങ്ങൾ യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ തന്നെ നഷ്ടപ്പെട്ട നാളുകളിലെ നന്മ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിന്മേൽ ദൈവം മടക്കി തരികയാണ്. യേശുവിന്റെ നാമത്തിൽ ഞാൻ ഡിക്ലെയർ ചെയ്യുകയാണ്. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങളുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും. നാളെ രാവിലെ 7 മണിക്ക് നമുക്ക് ലൈവ് ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്നെ വൈകിട്ട് നമുക്ക് വിടുതൽ ശുശ്രൂഷകൾ ഇതിൽ കൂടിയുണ്ട്. നമുക്ക് നാളെ വേറൊരു മെസ്സേജുമായി കാണാം. God bless you all. God bless you all.